भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം. വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ കൃപാവാത്സല്യങ്ങൾ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാൻ അലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് ദശമസ്കന്ധത്തിലെ 84-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകം മുതൽ ആരംഭിക്കുമ്പോൾ ഇന്ന് ദിവസം 707. ഭഗവാന്റെ അപദാനങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഋഷിമാരുടെ വാക്കുകൾ അതാണ് നമ്മൾ കേട്ടത്. അവർ ഭഗവാനെ സ്തുതിച്ച് അവരവരുടെ ആശ്രമങ്ങളിലേക്ക് തിരിച്ചു പോകാൻ തീർച്ചപ്പെടുത്തി എന്നറിഞ്ഞ് വസുദേവര് വന്ന് അവരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് അവരോട് പറയുകയാണ്, നമോവ സർവദേവേഭ്യ ഋഷയ ശ്രോതുമർഹത കർമ്മണാ കർമ്മനിർഹാരോ യഥാസ്യാന്നസ്തദുച്യതാം. സർവദേവേഭ്യ സർവദേവന്മാരോടുകൂടിയ വ നിങ്ങൾക്കായിക്കൊണ്ട് നമസ്കാരം. ഹേ ഋഷികളെ, ഋഷയ ശ്രോതും അർഹത ശ്രവിക്കാനായി നിങ്ങൾ അർഹന്മാരാണ്. യഥാ കർമ്മണ ഏതുവിധമായ കർമ്മം കൊണ്ട് കർമ്മനിർഹാര കർമ്മനാശം ഉണ്ടാവുമോ തത് ന ഉച്യതാം അത് ഞങ്ങൾക്കായി നിങ്ങൾ പറഞ്ഞു തരണം. എങ്ങനെ കർമ്മവിശുദ്ധിയും കർമ്മവിമുക്തിയും നേടാനായിട്ട് സാധിക്കും? സർവദേവന്മാരുടെയും വാസസ്ഥാനമാണ് നിങ്ങൾ ഋഷികൾ. നിങ്ങൾക്ക് നമസ്കാരം. നിങ്ങൾ കേൾക്കുക, ഞാൻ പറയുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കണേ, സദയം കേൾക്കണേ. എങ്ങനെ കർമ്മം ചെയ്താലാണ് കർമ്മ വിമുക്തി നേടാനായിട്ട് സാധിക്കുക? കർമ്മം ചെയ്താൽ കർമ്മങ്ങൾ ജനന മരണ ഹേതുക്കളല്ലാതെ വരുമോ? കർമ്മബന്ധം നശിക്കുവോ? അത് നിങ്ങൾ എന്നോട് പറഞ്ഞു തരണേ. സർവദേവന്മാരും വേദം പഠിച്ച ബ്രാഹ്മണരിലുണ്ട് എന്നാണ്. അതുകൊണ്ട് ആ ശ്രുതിവാക്യത്തെ യാവതീ ദേവത താ സർവ വേദവിധി ബ്രഹ്മണേ വസന്തി എന്നാണ്. എത്ര ദേവതകളുണ്ടോ അവരൊക്കെ തന്നെ വേദമറിയുന്ന ബ്രാഹ്മണനിൽ വസിക്കുന്നു. ആ ശ്രുതിയുടെ അർത്ഥത്തെ ഓർമ്മിച്ചും കൊണ്ടാണ് അവിടെ സർവദേവേഭ്യ എന്ന വാക്കുപയോഗിച്ചത് എന്ന് ആചാര്യന്മാർ വ്യാഖ്യാതാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നു. ഇത് കേട്ടപ്പോ നാരദ മഹർഷി പറയുകയാണ്, നാതി ചിത്രമിതം വിപ്ര വസുദേവോ ബുഭുത്സയാ കൃഷ്ണം മത്വാത്ഭകം എന്ന
പൃച്ഛതി ശ്രേയ ആത്മന. വിപ്രാ, ഹേ ബ്രാഹ്മണരെ, വസുദേവൻ കൃഷ്ണം അർഭകം മത്വ, ശ്രീകൃഷ്ണനെ സ്വന്തം പുത്രനായി കരുതി, ആത്മനഃ ശ്രേയ, തന്റെ ശ്രേയസ്സിനെ ബുഭുത്സയ, അറിയാനുള്ള ആഗ്രഹം കൊണ്ട്, ന പൃച്ഛതി, നമ്മളോട് ചോദിക്കുന്നു. ഇതം ന അതിചിത്രം, ഇതൊട്ടും തന്നെ ആശ്ചര്യകരമല്ല എന്നാണ്. വസുദേവർക്ക് കൃഷ്ണൻ സ്വന്തം പുത്രൻ മാത്രമാണ്. അതുകൊണ്ടാണ് ശ്രേയോമാർഗത്തെ അറിയാനുള്ള ആഗ്രഹം അദ്ദേഹം നമ്മളുമായി പങ്കുവെക്കുന്നത്. സത്യത്തിൽ ഭഗവാൻ പുത്രനായി കഴിഞ്ഞാൽ അതിലും വലിയൊരു ശ്രേയോമാർഗം എന്താ ഉള്ളത്, അല്ലേ? സന്നികർഷോ ഹി മർത്യാനാമനാദരണ കാരണം ഗാംഗം ഹിത്വാ യഥാന്യാംഭസ്തത്രത്യോ യാതി ശുദ്ധയേ. ഏതുപോലെ സന്നികർഷ, അടുത്തുള്ളതിനെ, മർത്യാനാം അനാദരണ കാരണം, മനുഷ്യർക്ക് അടുത്തുള്ളത് അനാദരവിന് കാരണമാണ്. അടുത്താണ് ഗംഗ. ഗാംഗം അംഭഃ, ഗംഗാജലത്തെ ഉപേക്ഷിച്ചിട്ട്, തത്രത്യഃ, അവിടെയുള്ള ആളുകൾ, ശുദ്ധയെ അന്യാംഭ യാതി യഥ, മറ്റ് തീർത്ഥങ്ങളെ തേടി പോകുന്നു. സകലതിനെയും ശുദ്ധീകരിക്കുന്നതാണ് ഗംഗ. അതേപോലെ സകല പാപങ്ങളെയും ഇല്ലാതെയാക്കി കർമ്മവിശുദ്ധി നൽകുന്നതാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനെ വിട്ട് മറ്റ് ശ്രേയോമാർഗങ്ങളെ ആശ്രയിക്കുന്നു. സമീപത്തുള്ള വസ്തുക്കളോടൊരു അനാദരവ് മനുഷ്യ രീതിയാണ്. ഗംഗാതീരത്തുള്ള ആളുകൾ പാപപരിഹാരത്തിന് അതുപേക്ഷിച്ച് ഏതോ അകലെയുള്ള തീർത്ഥങ്ങളെ ആശ്രയിക്കുന്നു. സർവതീർത്ഥങ്ങളിലും ശ്രേഷ്ഠമാണ് ഗംഗ. ആ ഗംഗ ആരുടെ പാദതീർത്ഥമാണ്? ആ ഭഗവാൻ. ആ ഭഗവാനാണ് ഇവിടെ വസുദേവരുടെ പുത്രനായിട്ട് പിറന്നിട്ടുള്ളത്. നോക്കൂ, ഗംഗാജലം സമീപത്തുള്ള ആളുകൾക്ക് വെറും ജലമായി തോന്നുന്നു, അതിന് തീർത്ഥമായി തോന്നുന്നില്ല. അത് ഗംഗയുടെ കുറ്റമല്ല, മനുഷ്യരുടെ സ്വഭാവ രീതിയാണ്. അടുത്തിരിക്കുന്നതിനോട് അനാദരം. നമ്മൾ പറയാറില്ലേ, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ. അപ്പൊ ശ്രീകൃഷ്ണൻ അരികത്തിരിക്കെ വസുദേവർ കർമ്മയോഗ മാർഗം നമ്മളോട് ചോദിക്കുന്നതിൽ നിങ്ങൾ ഒട്ടും ആശ്ചര്യപ്പെടേണ്ടതില്ല. യസ്യാനുഭൂതി കാലേനാലയോൽപത്യാദിനാസ്യ വൈ സ്വതോന്യസ്മാച്ച ഗുണതോ ന കുതശ്ചന രിഷ്യതി. യസ്യ അനുഭൂതി, യാതൊരാളുടെ അനുഭവജ്ഞാനം, കാലേന അസ്യ, കാലം കൊണ്ടോ ഈ ലോകത്തിന്റെ ലയോൽപത്യാദികൾ കൊണ്ടോ, സ്വതഃ തന്നിൽ നിന്ന് തന്നെയോ, അന്യസ്മാൽച്ച മറ്റൊരാളിൽ നിന്നോ, ഗുണതഃ ഗുണത്തിൽ നിന്നോ, കുതശ്ചന നരിഷ്യതി ഒന്നുകൊണ്ടും നശിക്കില്ല. എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ സ്വന്തം പുത്രൻ മാത്രമായി തോന്നണത് എന്നാണെങ്കിൽ അത് അവിദ്യയുടെ പ്രത്യേകത കൊണ്ടാണ്. ശ്രീകൃഷ്ണൻ ജ്ഞാനസ്വരൂപനാണ്. ആ ജ്ഞാനം കാലം കൊണ്ട് കഴിയുന്നതല്ല, ലോകത്തിന്റെ ഉൽപ്പത്തിലയങ്ങൾ കൊണ്ട് നശിക്കുന്നതല്ല, സ്വതയോ മറ്റൊരാൾ കൊണ്ടോ നശിക്കുന്നതല്ല, ഗുണവ്യതികരം കൊണ്ട് നശിക്കുന്നതല്ല, രൂപാന്തര പ്രാപ്തി കൊണ്ട് നശിക്കുന്നതല്ല. നിത്യജ്ഞാനമാണ്, സനാതനമാണ് ശ്രീകൃഷ്ണ സ്വരൂപം. തം ക്ലേശകർമ്മ പരിപാക ഗുണപ്രവാഹൈരവ്യാഹതാനുഭവമീശ്വരമദ്വിതീയം പ്രാണാദിഭി സ്വവിഭവൈരുപഗൂഢമന്യോ മന്യേത സൂര്യമിവ മേഘഹിമോപരാഗൈ. ക്ലേശകർമ്മ പരിപാക ഗുണപ്രവാഹൈ, ക്ലേശങ്ങൾ, കർമ്മങ്ങൾ, പരിപാകങ്ങൾ, ഗുണപ്രവാഹങ്ങൾ, ഇതുകൊണ്ട് അവ്യാഹതാനുഭവം, നശിക്കപ്പെടാത്ത അനുഭാവത്തോടു കൂടിയവനും, ഈശ്വരം നിയന്താവും, അദ്വിതീയം, രണ്ട് എന്നോ ഒന്നില്ലാത്തവൻ, അദ്വിതീയമായിരിക്കുന്ന ആ ഭഗവാനെ അന്യൻ, സാധാരണ ആളുകൾ സ്വവിഭവൈ, തന്റെ വിഭൂതികളായ പ്രാണാദികളാൽ, മേഘഹിമോപരാഗൈഹി, മേഘങ്ങൾ, മഞ്ഞുകൾ, ഗ്രഹണങ്ങൾ ഇവയാൽ സൂര്യൻ എന്നതുപോലെ ഉപഗൂഢം മന്യേത, മറയ്ക്കപ്പെട്ടവനായിട്ട് കരുതും. രാഗാതിവൃത്തികളാകുന്ന ക്ലേശങ്ങൾ, പുണ്യപാപ കർമ്മങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ, സത്വാദി ഗുണങ്ങളുടെ വൃദ്ധിക്ഷയങ്ങൾ, ഈ സംഗതികൾ കൊണ്ട് നശിക്കാത്ത ആത്മസ്വരൂപമാണ് ഭഗവാൻ. അദ്വിതീയനാണ് ശ്രീകൃഷ്ണൻ. അങ്ങനെ ആ പ്രാകൃതജനം എന്തു വിചാരിക്കും? സൂര്യപ്രകാശം കൊണ്ടാണ് മേഘങ്ങളും മഞ്ഞും ഗ്രഹണങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്, അത് സൂര്യനെ മറയ്ക്കുന്നു എന്നുള്ളത് പോലെ ശ്രീകൃഷ്ണനും മനുഷ്യനാണ് എന്ന് വിശ്വസിച്ചു പോവുകയാണ്. ശ്രീകൃഷ്ണനാൽ നിർമ്മിച്ച മായ കൊണ്ട് അത് അവിദ്യയുടെ, അറിവില്ലായ്മയുടെ ലക്ഷണമാണ്.
സൂര്യപ്രകാശമില്ലെങ്കിൽ സൂര്യബിംബം പൂർണ്ണമായി ഗ്രസിക്കപ്പെട്ടുവെന്ന് ജനങ്ങൾ എങ്ങനെ കാണും എന്ന് അവർ ആലോചിക്കണില്ല. സൂര്യപ്രകാശം ഉണ്ടെങ്കിലേ ഇത് കാണാൻ സാധിക്കുള്ളൂ. അതാണ് ഭഗവാന്റെ മായാവിലാസം. അഥോ ചുർമുനയോ രാജന്നാഭാഷ്യാനകദുന്ദുഭിം സർവേഷാം ശൃണ്വതാം രാജ്ഞാം തഥൈവാച്യുതരാമയോ. പരീക്ഷിതേ അഥ മുനയഃ, അതിനുശേഷം മുനികൾ, സർവേഷാം രാജ്ഞാം, സകല രാജാക്കന്മാരും, തഥാ ഏവ, അപ്രകാരം തന്നെ, അച്യുതരാമയോഹോ, അച്യുതനും രാമനും, ശൃണ്വതാം, കേട്ടുകൊണ്ടിരിക്കുമ്പോ, ആനകദുന്ദുഭിം ആഭാഷ്യ ഊചു, ആനകദുന്ദുഭിയെ, വസുദേവരെ അവിടെ സംബോധന ചെയ്തും കൊണ്ട് പറയാനായിട്ട് ആരംഭിച്ചു. വസുദേവരെ സംബോധന ചെയ്ത, അല്ലെങ്കിൽ വസുദേവർക്ക് കേൾക്കാൻ വേണ്ടി അവര് പറയുക. കർമ്മണ കർമ്മനിർഹാരയേഷ സാധു നിരൂപിത യശ്രദ്ധയാ യജേദ്വിഷ്ണും സർവയജ്ഞേശ്വരം മഖൈ. സർവയജ്ഞേശ്വരം, സകല യാഗങ്ങളുടെയും ഫലദാതാവായ വിഷ്ണുവിനെ, മഖൈ ശ്രദ്ധയാ യജേൽ, യാഗങ്ങൾ കൊണ്ട് ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി യജിക്കുക. ഇത് കർമ്മണ കർമ്മനിർഹാര, കർമ്മം കൊണ്ട് കർമ്മനിർഹാരം, കർമ്മത്തിൽ നിന്ന് മോചനം നേടുക, കർമ്മത്തിൽ നിന്ന് നിവർത്തിക്കപ്പെടാനുള്ള ഉപായം എന്ന് സാധു നിരൂപിത, ഒരു വിരോധവും കൂടാതെ നിരൂപിക്കപ്പെട്ടിരിക്കുന്നു. സകല കർമ്മങ്ങളുടെയും ഫലത്തെ ദാനം ചെയ്യുന്നു വിഷ്ണു. ആ വിഷ്ണുവിനെ യാഗങ്ങളെ കൊണ്ട് യജിക്കുക. സകല കർമ്മങ്ങളും യാഗങ്ങൾ, അവയുടെ ഫലദാതാവായ വിഷ്ണുവിനെ ആ കർമ്മങ്ങളാകുന്ന യാഗങ്ങൾ സമർപ്പിക്കുക. ഫലം ആഗ്രഹിക്കാതെ സകലതും വിഷ്ണുപ്രീത്യർത്ഥം, കൃഷ്ണപ്രീത്യർത്ഥം, ഈശ്വരപ്രീത്യർത്ഥം എന്ന ഭാവത്തോടുകൂടി കർമ്മം ചെയ്താൽ ആ കർമ്മം ചെയ്യുന്ന ആളിലും ഈ കർമ്മം ബാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് അതാണ് മഹായാഗം. അന്യ സാധനങ്ങളോ യാചകന്മാരോ മന്ത്രതന്ത്രങ്ങളോ ഒന്നും ഈ യാഗത്തിന് ആവശ്യമില്ല എന്നാണ്. ഈശ്വരപ്രസാദം മാത്രമല്ലാതെ ഇതര ഫലങ്ങൾ ആഗ്രഹിക്കാതിരിക്കാനുള്ള വിവേകം, അത് ഈ കർത്താവിന് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്ന കർമ്മം പുനരഭിജനനം പുനരഭിമരണം എന്ന ആ ജന്മമരണാദികൾക്ക് കാരണമാവില്ല. ചിത്തസ്യോപശമോയം വൈ കവിഭി ശാസ്ത്രചക്ഷുഷാ ദർശിത സുഗമോ യോഗോ ധർമ്മശ്ചാത്മമുദാവഹ. അയം വൈ, ഇത് തന്നെയാണ് കവികൾ, ദീർഘദർശിത്വമുള്ള ആളുകൾ. ശാസ്ത്രചക്ഷുഷ, ശാസ്ത്രമാകുന്ന കണ്ണുകൊണ്ട് ദർശിക്കപ്പെട്ട ചിത്തത്തിന്റെ ഉപശമഃ, ചിത്തസ്യ അന്ധകരണത്തിന്റെ ശമനോപായം, സുഗമഃ ഏറ്റവും എളുപ്പമായ യോഗം, ആത്മമുദാവഹ തന്നിൽ പ്രീതിയെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഉചിതമായ ധർമ്മവും. എല്ലാ കർമ്മങ്ങളും കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ അനുസൃത സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേതൽ എന്ന നവയോഗികളുടെ വാക്ക് തന്നെ ഇവിടെ നമുക്ക് എടുക്കാം. പൂർവാചാര്യന്മാര് ശാസ്ത്ര രീതി കൊണ്ട്, ശാസ്ത്രദർശനം കൊണ്ട് അവർ കണ്ടെത്തിയതാണ്. ചിത്തം ഉപശമത്തിലേക്ക് എത്താനും കർമ്മം അനുഷ്ഠിക്കാനും ഏറ്റവും എളുപ്പമാണ്. തനിക്ക് പ്രീതി ഉണ്ടാക്കി തരുന്നതാണ്. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും ഒരേപോലെ അനുഷ്ഠിക്കേണ്ട ഉത്തമധർമ്മവുമാണ്. എല്ലാം ഭഗവാന് സമർപ്പിക്കുക. സ്വകർമ്മങ്ങളെ ഫലകാംക്ഷ കൂടാതെ ഭഗവാന് സമർപ്പിക്കുക. അയം സ്വസ്ത്യേന പന്ഥാദ്വിജാതേർഗൃഹമേധിന യശ്രദ്ധയാപ്തവിത്തേന ശുക്ലേനേജ്യേത പൂരുഷ. ഗൃഹമേധിനഃ, ഗൃഹസ്ഥാശ്രമിയായിരിക്കുന്ന ദ്വിജാതേ, ദ്വിജാതിക്ക്, ശുക്ലേന ആപ്തവിത്തേന, ശുദ്ധമായ ആ കിട്ടിയ ധനം കൊണ്ട്, പൂരുഷ ഈശ്വരൻ, ശ്രദ്ധയാ യുജ്യത്തെ ശ്രദ്ധയോടുകൂടി ഫലകാംക്ഷയില്ലാതെ യജിക്കപ്പെടണം എന്നത്. യത് അയം, ഏതാണോ, സ്വസ്ത്യേനഃ പന്ഥ, ഏറ്റവും സ്വസ്തിയെ മംഗളത്തെ നൽകുന്ന മാർഗമാണ്, ക്ഷേമത്തെ നൽകുന്ന മാർഗമാണ്. ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും, ഇവർക്ക് ഏറ്റവും ക്ഷേമകരമായിരിക്കുന്ന, ഏറ്റവും സ്വസ്തിയെ നൽകുന്ന മംഗളകരമായ മാർഗമാണ് ഇത്.
സ്വധർമ്മം അനുഷ്ഠിച്ച് ന്യായമാർഗത്തിലൂടെ സമ്പാദിച്ച ധനം അത് ഈശ്വരാരാധനയ്ക്ക് വേണ്ടി ചെയ്യണം. ഫലകാംക്ഷ കൂടാതെ ആ നിഷ്കാമമായി ചെയ്യുന്ന ഈ കർമ്മം അത് കർമ്മബന്ധങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കും, യജ്ഞസാഫല്യത്തെ നൽകും. ബ്രാഹ്മണർക്ക് പറഞ്ഞിരിക്കുന്നത് യാചനം, അധ്യാപനം, പ്രതിഗ്രഹം. ഈ 3 മാർഗങ്ങളിലൂടെയാണ് ബ്രാഹ്മണന് ധനം കിട്ടുക. യാഗങ്ങൾ നടത്തിക്കുക, അധ്യാപനം നടത്തുക, കുട്ടികളെ പഠിപ്പിക്കുക, അതേപോലെ പ്രതിഗ്രഹം, ദാനത്തിന് വിപരീതം, ദാനം അങ്ങോട്ട് കൊടുക്കുന്നത് ഇങ്ങോട്ട് വാങ്ങുന്നത് പ്രതിഗ്രഹം. ഇങ്ങനെയുള്ള ധനം ബ്രാഹ്മണന് ശുദ്ധമാണ്. അതേപോലെ യുദ്ധം, പ്രജാപാലനം, ദണ്ഡം ഈ മാർഗത്തിലൂടെ സിദ്ധിക്കുന്നതാണ് ക്ഷത്രിയന് ഏറ്റവും ശുദ്ധമായിട്ടുള്ള ധനം. കൃഷി, പശുപരിപാലനം, വാണിജ്യം ഇത് വൈശ്യന്. മറ്റ് ഇതര ആളുകളെ, പ്രത്യേകിച്ച് ബ്രാഹ്മണ ശുശ്രൂഷ കൊണ്ട് ലഭിക്കുന്ന ധനം ശൂദ്രന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അപ്പൊ പ്രീതിപൂർവം ദാനം ചെയ്യപ്പെട്ടത്, അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടിയത്, ഭാര്യയുടെ വഴിക്ക് കിട്ടിയത്, ഇതൊക്കെ ഈ 3 തരക്കാർക്കും, അതാണ് ദായ ക്രമം എന്ന് പറയാം. പൈതൃക സ്വത്തായിട്ട് കിട്ടുന്നത്, ഭാര്യയിൽ നിന്ന് കിട്ടുന്നത്, അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ ദാനത്തിലൂടെ കിട്ടുന്നത്, ഇതൊക്കെ ശുദ്ധമാണ്. ഇങ്ങനെയുള്ള ധനം എന്തു വേണം? ഈശ്വരന്റെ ആജ്ഞ പരിപാലിക്കുന്ന പ്രവൃത്തിയായി കരുതി ലാഭാലാഭങ്ങളെയും മോദത്തെയും ഖേദത്തെയും ഒന്നും വകവയ്ക്കാതെ നിഷ്കാമമായി കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുക. ഈ കർമ്മം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന കർമ്മം വറുത്ത വിത്ത് എങ്ങനെയാണോ മുളയ്ക്കാത്തത്, ഇതേപോലെ തന്നെ അത് ഈ കർമ്മങ്ങൾ നമ്മളെ ബാധിക്കില്ല. കർമ്മങ്ങൾ കർമ്മ വിമുക്തി നമുക്ക് തരുന്നതാണ്. ദക്ഷിണ സ്വീകരിക്കുക, കരം ചുമത്തുക, കച്ചവടത്തിൽ നിന്ന് ലാഭം സ്വീകരിക്കുക, കടത്തില് പലിശ ചുമത്തുക, ഇതൊക്കെ നിയമമനുസരിച്ച്, ശാസ്ത്ര നിയമം അനുസരിച്ച് മാത്രം വേണം. അധികമായാൽ ആ ധനം അശുദ്ധമാകും. എല്ലാത്തിനും അല്ലേ നമ്മൾ പറയും, എല്ലാത്തിനും ഒരു രീതി വേണം. ദക്ഷിണ എന്ന് പറഞ്ഞാൽ അതേപോലെ കരം ചുമത്തല്, അത് പ്രജകൾക്ക് ദോഷമുണ്ടാവുന്ന തരത്തിൽ അരുത്. കച്ചവടത്തിലെ ലാഭം പോലും സ്വീകരിക്കുന്നത് അമിത ലാഭം, കൊള്ള ലാഭം എടുക്കരുത് എന്നൊക്കെ പറയൂലേ. കടത്തിന് പലിശ അല്ലേ, പല ആളുകളും 100 രൂപയ്ക്ക് 10 രൂപ പലിശ എന്നൊക്കെ പറഞ്ഞ് വാങ്ങുന്നുണ്ട്. ഇതൊന്നും ശുദ്ധമായ ധനല്ല. വിത്തൈഷണാം യജ്ഞദാനൈർ ഗൃഹൈർ ദാരസുതൈഷണാം ആത്മലോകൈഷണാം ദേവാ കാലേന വിസൃജൽബുധ ഗ്രാമേ ത്യക്തൈഷണാ സർവേ യയുർധീരാസ്തപോവനം. യജ്ഞദാനൈ യാഗങ്ങൾ, ദാനങ്ങൾ ഇതുകൊണ്ട്, വിത്തൈഷണാം ധനാശയെയും, ഗൃഹൈ ഗൃഹം കൊണ്ട്, ദാരസുതൈഷണാം ഭാര്യാപുത്രന്മാരുള്ള താല്പര്യത്തെയും, കാലേന കാലം കൊണ്ട്, ആത്മലോകേഷണം തനിക്ക് സ്വർഗപ്രാപ്തി വേണമെന്ന ആഗ്രഹത്തെയും, വസുദേവ വിദ്വാൻമാര് ശ്രേഷ്ഠന്മാര് വിസൃജൽ ഉപേക്ഷിക്കണം. സർവേ ധീര സകല ധീരന്മാരും ഗ്രാമത്തിൽ തെക്തേഷണ ഉപേക്ഷിക്കപ്പെട്ട ഏഷണകളോട് കൂടിയവരായി തപോവനം ചെയ്യൂ, തപോവനത്തിലേക്ക് പോകണം. ധനാശ, ഭാര്യയിലും മക്കളിലുള്ള ആശ, സ്വർഗാദി ലോകങ്ങളിലുള്ള ആശ, ഇങ്ങനെ 3 തരത്തിലുള്ള ആശകൾ ഉൾപ്പെടുത്തിയത് കൊണ്ട് അവയെ ജയിക്കുക എങ്ങനെയാണ് വേണ്ടത് എന്ന് പറയുന്നു. ധനത്തിന്റെ ഉപയോഗം യാഗങ്ങളും ദാനങ്ങളും ചെയ്യാന്നുള്ളതാണ്. ധനം കൊണ്ട് ഇതാണ് വേണ്ടത്. ധനത്തിനുള്ള ആശയെ അറിവുള്ള ആളുകൾ എങ്ങനെ ഉപേക്ഷിക്കണം? ദാനം ചെയ്തും യാഗം ചെയ്തിട്ടും വേണം. അപ്പൊ വിവേകം കൊണ്ട് ധനാശ ത്യജിക്കാൻ സാധിക്കാത്തവർ യാഗധനാദികൾക്ക് ചെലവ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ സമ്പൂർണ്ണ മനസ്സില്ലാതെ കർമ്മം ചെയ്താൽ അത് സദ്ഫലത്തിന് കാരണമാവില്ല. അതുകൊണ്ട് ധനാശ വെടിഞ്ഞു വേണം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ. അങ്ങനെ വരുമ്പോഴാണ് വിത്തേഷണ എന്ന് വെച്ചാൽ, ഏഷണ എന്ന് പറഞ്ഞാൽ ആശ, അത് ഉപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. പിന്നെ ഗൃഹത്തിന് യോജിച്ച കർമ്മങ്ങൾ, സുഖങ്ങൾ, അത് അനുഭവിച്ച് അതിൽ വിരസത വന്ന് ആ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കണം. അതാണ് സുതദാരാശ. അതല്ലെങ്കിൽ ഈ ഗൃഹത്തിലുള്ള ഏഷണ, ആ ഏഷണ ഇല്ലാതെയാവണം എന്നാണ്. അതേപോലെ വിഷയേന്ദ്രിയ സംയോഗജന്യ സുഖം കണ്ടറിഞ്ഞ് ആരംഭത്തിൽ അമൃതവും അവസാനത്തിൽ വിഷവുമാണ് ഇതെന്ന് തോന്നി അതിനെ ഉപേക്ഷിക്കണം. പിന്നെ മരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം,
അവസാനം എന്താവും? സ്വർഗാദി ലോകങ്ങളും നശിക്കുന്നതാണ് എന്ന് വരുമ്പോ അതിലുള്ള താല്പര്യവും സ്വർഗാദി ലോകാശയും ആ ഏഷണയും നശിക്കും. അങ്ങനെ ഓരോന്നിനെ കുറിച്ചുള്ള ഉത്സുക്യത്തെ അവയുടെ അനുഭവം കൊണ്ടും ശാസ്ത്രബുദ്ധ്യാദിനെ മനസ്സിലാക്കിക്കൊണ്ടും ഉപേക്ഷിച്ചാൽ അതിൽ ആശയില്ലാതെയാവും. ധീരന്മാരായിട്ടുള്ള ആളുകൾ ഇങ്ങനെയാണ് ആശകളെ ഉപേക്ഷിച്ചിട്ടുള്ളതാണ്. പിന്നെ 3 തരത്തിലുള്ള കടങ്ങൾ മനുഷ്യനുണ്ട് എന്ന് പറയും. ഋണൈസ്ത്രിഭിർ ദ്വിജോജാതോ ദേവർഷി പിതൃണാം പ്രഭോ യജ്ഞാധ്യയന പുത്രൈസ്താന്യന്യീസ്തിര്യ ത്യജൻ പതേൽ എന്നാണ്. എങ്ങനെ? ഹേ രാജാവേ, ദ്വിജഹ ഒരു ബ്രാഹ്മണൻ എന്തു വേണം? ദേവർഷി പിതൃണാം ദേവന്മാര്, ഋഷികള്, പിതൃക്കള്, ഈ 3 തരത്തിലുള്ള കടങ്ങൾ അതോടുകൂടി ജനിച്ചവരാണ് ജാത. യജ്ഞാധ്യയന പുത്രൈ യജ്ഞം, അധ്യയനം, പുത്രൻ. ഇതുകൊണ്ട് താനി അനിസ്തീര്യ അതിനെ അപാകരിക്കാതെ ഉപേക്ഷിക്കുന്ന ആളുകൾ അവിടെ എന്തുണ്ടാവും? അവരെ അധപ്പതിക്കുന്നതാണ്. കാരണം ദേവന്മാർക്കും ഋഷികൾക്കും പിതൃക്കൾക്കും 3 തരത്തിലുള്ള കടത്തോടുകൂടി ജനിക്കുമ്പോ അതുകൊണ്ട് ദ്വിജൻ നടത്തേണ്ട കർമ്മങ്ങൾ നടത്തിയതിനു ശേഷമേ അതിനെ ഉപേക്ഷിക്കാൻ പാടുള്ളൂ എന്നാണ്. യാഗങ്ങൾ കൊണ്ട് ദേവന്മാരെ, അധ്യയനം കൊണ്ട് ഋഷികളെ, പുത്രോത്പാദനം കൊണ്ട് പിതൃക്കളെ, ആ 3 ഋണങ്ങളും ഇല്ലാതെയാക്കണം. അതുകൊണ്ട് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം എന്നീ സ്ഥാനങ്ങളെ ആശ്രയിച്ച് അധ്യയനവും യജ്ഞവും പുത്രോത്പാദനവും നടത്തണം. അങ്ങനെ ഉപേക്ഷിക്കുമ്പോഴാണ് അത് ക്രമമായിട്ടുള്ള ഒരു മാർഗമായിട്ട് തീരുന്നത്. ഇതാണ് സദാചാരം. കർമ്മയോഗത്തിലുള്ള സൗകര്യം ഇതാണെന്നാണ്. ക്രമേണ വിരക്തി സമ്പാദിക്കാതെ പെട്ടെന്ന് ത്യജിച്ചാൽ അധർമ്മത്തിലേക്ക് വീണ്ടും കൂപ്പുകുത്താൻ സാധ്യതയുണ്ട്. അതാണ് പതയത്, അതിലേക്ക് വീഴും എന്ന് പറഞ്ഞത്. അതുകൊണ്ട് കർമ്മങ്ങളുടെ ഉപേക്ഷ കൊണ്ട് മാത്രം പുരുഷൻ മുക്തനാവില്ല. ക്രമത്തെ അംഗീകരിക്കുകയാണ് ഏറ്റവും വിശേഷമായിട്ടുള്ളത് എന്ന് അവിടെ പറഞ്ഞു വെച്ചു. ത്വം ത്വദ്യമുക്തോ ദ്വാഭ്യാം വൈ ഋഷിപിത്രോർ മഹാമതേ. മഹാമതേ, ഹേ ബുദ്ധിമാനായിരിക്കുന്ന വസുദേവ, ത്വം തു അങ്ങ് അദ്യ ഋഷിപിത്രോ ദ്വാഭ്യാം മുക്ത ഋഷികളുടെയും പിതൃക്കളുടെയും കടങ്ങളെ തീർത്തു. കാരണം അധ്യയനം നടത്തി പുത്രന്മാരും ഉണ്ടായി. യജ്ഞൈഹി ദേവർണം യാഗങ്ങളുണ്ട് ദേവന്മാരുടെ കടത്തെ ഉന്മുച്യ മോചിച്ചിട്ട് നിരണഹ കടമില്ലാത്തവനായി അശരണഹ ഭവ ഗൃഹത്തെ ഉപേക്ഷിച്ചു, ഗൃഹധർമ്മത്തെ ഉപേക്ഷിച്ചു. വസുദേവ ഭവാൻ നൂനം ഭക്തിയാ പരമയാ ഹരിം ജഗതാമീശ്വരം പ്രാർച്ച സയദ്വാം പുത്രതാം ഗത. വസുദേവ, ഭവാൻ അങ്ങ് പരമയാ ഭക്തിയ ഏറ്റവും ഉത്കൃഷ്ടമായ പരമമായ ഭക്തി കൊണ്ട് ജഗതാം ഈശ്വരം ജഗത്തിന്റെ മുഴുവൻ ലോകത്തിന്റെ മുഴുവൻ നാഥനായിരിക്കുന്ന ഹരിയെ ശ്രീഹരിയെ പ്രാർച്ച പ്രകർഷേണ അർച്ചിക്കുക, പൂജിക്കുക. പൂജിച്ചു ഇല്ലേ? നിശ്ചയമാണത്. അതുകൊണ്ട് തന്നെ സ ആ ഭഗവാൻ വാം പുത്രതാം ഗത, ആ ഭഗവാൻ നിങ്ങളുടെ പുത്രഭാവത്തിൽ വന്നു. ശ്രീഹരിയെ സർവോത്കൃഷ്ടമായി ഭക്തിയോടുകൂടി നിങ്ങൾ പൂജിച്ചിട്ടുണ്ട്, ഉറപ്പ്. അതുകൊണ്ടാണ് ആ പൂജാഫലം തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ നിങ്ങളുടെ പുത്രഭാവത്തിൽ പിറന്നിരിക്കുന്നത് എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. വസുദേവര് സാഷ്ടാംഗം നമസ്കരിച്ച് യാഗം നടത്താൻ ആരംഭിക്കുന്ന രംഗങ്ങളാണ് നമുക്ക് നാളെ അനുസ്മരിക്കാനുള്ളത്. ഇന്ന് ഈ അക്ഷരപ്പൂക്കളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഹരിയോം. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ
ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ
ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.